നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയുടെ ഞെട്ടലിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും മോചിതരായിട്ടില്ല. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കി. ഇതിന് തുടർച്ചയായി ഓപ്പറേഷൻ സിന്ധൂർ 2 ഉണ്ടാകുമോ എന്ന ഭയത്തിൽ അതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ എന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സിന്ധൂർ 2 എന്ന സാധ്യതയെ ഭയന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉടനീളം പാകിസ്ഥാൻ സൈന്യം എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വിന്യസിക്കുന്നുവെന്ന വാർത്ത ഒരു കാര്യമാണ് ഉറപ്പിക്കുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ നയം ഇനി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, പ്രവൃത്തിയിലാണ് ഇനി ഇന്ത്യയുടെ നയം. ഭീകരവാദത്തെ പോറ്റുന്ന രാജ്യങ്ങൾക്കെതിരെ കൃത്യവും ശക്തവുമായ തിരിച്ചടികൾ നൽകുന്ന പുതിയ ഇന്ത്യയുടെ ദൃഢനിശ്ചയം പാകിസ്ഥാനെ പേടിയുടെ പ്രതിരോധ നിലയിലേക്ക് തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് വാസ്തവം. പാകിസ്ഥാൻ സൈന്യം ഇതുവരെ ആശ്രയിച്ചിരുന്ന ഡിനൈലബിലിറ്റി എന്ന നാടകം പൊളിഞ്ഞുകഴിഞ്ഞു. ഭീകര സംഘടനകളെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് വിളിച്ച് കൈവശം സൂക്ഷിച്ച കള്ളക്കഥകൾക്ക് ഇനി ജീവനില്ല. മോദി സർക്കാർ രൂപപ്പെടുത്തിയ സീറോ ടോളറൻസ് ടു ടെററിസം എന്ന നയം സർജിക്കൽ സ്ട്രൈക്ക് ആയാലും എയർ സ്ട്രൈക്ക് ആയാലും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ തീരുമാനം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ പണിയുന്ന പ്രതിരോധ മതിലുകൾ. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വ്യോമ ആയുധങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെ പാക് അധിനിവേശ കശ്മീർ മേഖലയിൽ നിയന്ത്രണ രേഖയിലുടനീളം വിന്യസിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. റാവൽകോട്ട്, കോട്ട്ലി, ഭിംബർ മേഖലകളിലാണ് വിന്യാസം. ഇത്തരത്തിലുള്ള 30 പ്രതിരോധ സംവിധാനങ്ങളാണ് വിന്യസിക്കുന്നത്. പാക് സൈന്യത്തിന്റെ 12, 23 ഇൻഫൻട്രി ഡിവിഷനുകളുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ഒരു സൈനിക നടപടിയല്ല, അതൊരു തത്വമാണ്. ദേശീയ സുരക്ഷയിൽ ഇളവ് കാണിക്കില്ല എന്ന രാഷ്ട്രീയ സൈനിക പ്രഖ്യാപനം. ഭീകരവാദത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ എവിടെയുണ്ടായാലും അവയെ ലക്ഷ്യമിടാൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്നും ധൈര്യമുണ്ടെന്നും അത് തെളിയിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂർ 2 എന്ന ചർച്ച പാകിസ്ഥാനെ വിറപ്പിക്കുന്നത്. കാരണം ഇന്ത്യയുടെ നടപടി മുൻകൂട്ടി അറിയിക്കാൻ ഇനി സമയമുണ്ടാകില്ല എന്ന ബോധ്യമാണ് ഇസ്ലാമാബാദിലെ അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ എയർ ഡിഫൻസ് വിന്യാസം അവരുടെ ഭയത്തിന്റെ തുറന്ന സമ്മതമാണ്. സ്വന്തം മണ്ണിൽ നിന്നുള്ള ഭീകര ശൃംഖലകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രാജ്യം പ്രതിരോധം ശക്തമാക്കുന്നതിലൂടെ കുറ്റബോധം മറയ്ക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യ പ്രതിരോധം മാത്രമല്ല, ആക്രമണശേഷിയും ഒരുപോലെ ശക്തിപ്പെടുത്തുന്ന സമതുലിത നയമാണ് പിന്തുടരുന്നത്. ആധുനിക നയങ്ങൾ, ഡ്രോൺ ടെക്നോളജി, ഇന്റലിജൻസ്, സർവൈലൻസ്, റിക്കോണൻസസ് സംവിധാനങ്ങൾ എല്ലാം ചേർന്ന് ഇന്ത്യയുടെ സൈനിക ശക്തി പുതിയ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ദേശീയ സുരക്ഷയെ രാഷ്ട്രീയ പരിഗണനകളുടെ അടിമയാക്കിയിട്ടില്ല. രാജ്യത്തെ പൗരന്മാരുടെ ജീവനും അതിർത്തികളുടെ അഖണ്ഡതയും ചർച്ചയ്ക്ക് വിധേയമല്ല എന്ന നിലപാട് വ്യക്തമാണ്. ലോകവേദികളിൽ ഇന്ത്യ ഭീകരവാദത്തിനെതിരെ ഉയർത്തുന്ന ശബ്ദത്തിന് ശക്തിയുണ്ട്. കാരണം ആ ശബ്ദത്തിന് പിന്നിൽ പ്രവൃത്തിയുടെ വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാന്റെ പരാതികളെ സംശയത്തോടെ കാണുന്നതും ഇന്ത്യയുടെ നിലപാടുകൾ മനസ്സിലാക്കി പിന്തുണ നൽകുന്നു. പാകിസ്ഥാൻ വർഷങ്ങളായി പിന്തുടരുന്ന ഇരട്ടത്താപ്പുണ്ട്. ഒരു വശത്ത് സമാധാന പ്രസംഗങ്ങളും മറുവശത്ത് ഭീകര ക്യാമ്പുകൾ. ഈ ഇരട്ടത്താപ്പ് ഇനി നിലനിൽക്കില്ല. സാമ്പത്തികമായി തളർന്ന ഒരു രാജ്യം, രാഷ്ട്രീയ അസ്ഥിരതയിൽ മുങ്ങിയ ഒരു ഭരണകൂടം, ഇവയുടെ പശ്ചാത്തലത്തിൽ സൈനിക ഭീഷണി ഉയർത്തി ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നതാണ് പാകിസ്ഥാന്റെ പതിവ്. എന്നാൽ പുതിയ ഇന്ത്യ ഇത്തരം നാടകങ്ങളിൽ വീഴുന്ന രാജ്യമല്ല. ഇന്ത്യയുടെ കരുത്ത് അതിർത്തികളിൽ മാത്രമല്ല, ഡിപ്ലോമസിയിലും സാമ്പത്തിക ശക്തിയിലും സാങ്കേതിക മുന്നേറ്റത്തിലും ഒരുപോലെ പ്രകടമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ എയർ ഡിഫൻസ് വിന്യസിച്ചാലും യഥാർത്ഥ പ്രതിരോധം എവിടെയാണ് എന്ന് ലോകം തിരിച്ചറിയുന്നത്. അത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിലാണ്. ഭീകരവാദത്തെ ചെറുക്കാൻ ആവശ്യമായാൽ കൃത്യമായ സമയത്ത് കൃത്യമായ നടപടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ സിന്ധൂർ 2 ഉണ്ടാകുമോ എന്ന ചോദ്യത്തെക്കാൾ പ്രധാനമാണ് ഇന്ത്യ അതിന് തയ്യാറാണ് എന്ന യാഥാർത്ഥ്യം. സമാധാനം ഇന്ത്യയുടെ മുൻഗണനയാണ്. പക്ഷേ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മൗനം പാലിക്കില്ല. അതിർത്തികളിൽ സുരക്ഷ ഉറപ്പാക്കുകയും രാജ്യത്തിനകത്ത് സമാധാനം നിലനിർത്തുകയും ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ കടമയാണ്. ആ കടമ നിർവഹിക്കാൻ മോദി സർക്കാർ ഇനി മടിക്കില്ല. ഇന്ത്യയുടെ ശക്തമായ നിലപാടാണ് പാകിസ്ഥാനെ പ്രതിരോധത്തിലേക്ക് തള്ളിയത്. എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വിന്യസിച്ചാൽ ഭയം മറയ്ക്കാനാകില്ല. ഭീകരവാദം അവസാനിപ്പിച്ചാൽ മാത്രമേ സമാധാനം സാധ്യമാകൂ. അതുവരെ ഇന്ത്യ ജാഗ്രതയോടെ ആത്മവിശ്വാസത്തോടെ ശക്തിയായി മുന്നോട്ട് നീങ്ങും. ദേശീയ അഭിമാനം കൈവിടാതെ തന്നെ.